നമസ്കാരമുണ്ട്. വിനോദാണ്. പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഈ മഴക്കാലത്ത് ഈ മൺസൂണിൽ ഇൻഫോ പാർക്ക് എങ്ങനെ ഇരിക്കും, ഇൻഫോ പാർക്കിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവാം. മഴയുണ്ട്, കുടയുണ്ട്, കുടയെടുത്തിട്ടുണ്ട്, കാറ്റുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കാം. ഓക്കെ, വെൽക്കം ടു വിരാടം വിനോദം, ദ 60+ യങ്സ്റ്റാർ. പുതിയ കാഴ്ചകൾ. ധാരാളം ഫ്ലാറ്റുകളുള്ള പ്രദേശമാണ് കാക്കനാടെന്നറിയാമല്ലോ. ഇതൊക്കെ പുതിയ പുതിയ ഫ്ലാറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴുള്ളതുമായിട്ടുള്ള ഫ്ലാറ്റുകളാണ്. ഇത് നിലമ്പതിങ്ങിയിൽ നിന്നും കുഴിക്കാട്ടുമൂലയിലേക്കുള്ള റോഡാണ് കേട്ടോ. ഇത് കുഴിക്കാട്ടുമൂല ജംഗ്ഷനാണ്. കാക്കനാട് നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള റോഡിലെ ഒരു ജംഗ്ഷനാണിത്, കുഴിക്കാട്ടുമൂല ജംഗ്ഷൻ. നമുക്ക് നേരെ നടക്കാം. എപ്പോഴും ഭയങ്കര തിരക്കേറിയ ഒരു പാതയാണ് ഈ വഴി. ഇത് പ്രസ്റ്റീജ് ഗേറ്റ് വേ ഫ്ലാറ്റാണ്. ഇൻഫോ പാർക്കിലെ ലുലു സൈബർ ഇത് കാണാം. ഇത് NCCയുടെ ഫ്ലാറ്റാണ് കേട്ടോ. NCC എന്ന് പറഞ്ഞാൽ നാഗാർജുന കൺസ്ട്രക്ഷൻ കമ്പനി. ഈ കാണുന്നത് നോവോട്ടൽ ഹോട്ടലാണ്. ഇൻഫോ പാർക്കിലൊക്കെ വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. ഈ ഹോട്ടൽ ഒരു വലിയ ഹോട്ടലാണ്. നോവോട്ടൽ ഇൻ്റർനാഷണൽ ബ്രാൻഡാണെന്ന് തോന്നുന്നു. നല്ല മഴയാണ് കേട്ടോ, ഇപ്പോഴും നല്ല കാറ്റും. നമ്മൾ ഇൻഫോ പാർക്ക് കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിലൂടെ യാത്ര തുടരുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം ഇൻഫോ പാർക്ക് ഫേസ് 1ൻ്റെ കെട്ടിടങ്ങളാണ്. ദൂരെ കാണുന്നത് ഇതെല്ലാം ഇൻഫോ പാർക്കിൻ്റെ കെട്ടിടങ്ങളാണ്. പല പല കമ്പനികൾ വർക്ക് ചെയ്യുന്ന കെട്ടിടങ്ങളാണ്. നമ്മൾ നോട്ടലിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുക. നല്ല കാറ്റാണിപ്പോൾ. 2 മിനിറ്റ് നിൽക്കാതെ രക്ഷയില്ല. നല്ല മഴയാണ്. കാറ്റിനേക്കാളും ഉപരി നല്ല മഴയാണ്. ഈ കാണുന്നത് ഒലിവിയ എന്ന് പറയുന്ന ഫ്ലാറ്റ് സമുച്ചയമാണ് കേട്ടോ. ഈ ജംഗ്ഷനിൽ നിന്ന്, ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടച്ചിറ വഴി പള്ളിക്കര കിഴക്കമ്പലത്തേക്ക് പോവാം. വലത്തേക്ക് തിരിയുന്നത് ഇതിനാണ് ഇൻഫോ പാർക്ക് റോഡ് എന്ന് പറയുന്നത്. ഈ റോഡിലൂടെ നമുക്ക് കരിമുകൾ, പുത്തൻകുരിശ്, കൊലഞ്ചേരി ആ വഴിയിലേക്ക് പോവാം. ഇതാണ് ഇൻഫോ പാർക്ക് റോഡ് എന്ന് പറയുന്നത്. ഈ റോഡിൻ്റെ സൈഡിലൂടെ ഒരു തോടുണ്ട്. ഇത് കടമ്പ്രയാറിലേക്ക് ചെന്ന് കയറുന്നതാണ്. റോഡിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. തോട് ഇത് കണ്ടോ, നിറഞ്ഞ് റോഡിലേക്ക് എത്താറായിട്ടുണ്ട്. അതുപോലെ നിറഞ്ഞു നിൽക്കുകയാണ്.
ഇവ- ഈ വലത്ത് സൈഡിൽ കാണുന്നത് ഇൻഫോ പാർക്കിൻ്റെ ഒരു ഗേറ്റാണ്. ഇൻഫോ പാർക്കിൻ്റെ മതിലാണ്. അതിലൂടെ ഒരു ഗേറ്റും കൂടിയുണ്ട്. ഫേസ് 1 പ്രധാന എൻട്രൻസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾക്ക് നടക്കാം. ഈ കാണുന്നതൊക്കെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ. സ്മാർട്ട് സിറ്റിയുടെ ആ കാണുന്ന കെട്ടിടമാണ് ഇൻഫോ പാർക്കിൻ്റെ സിഗ്നേച്ചർ ബിൽഡിംഗ് ആയിട്ടുള്ള ലുലു സൈബർ സ്പേസ്. ഇതാണ് പ്രധാന കവാടം, ഫേസ് 1 പ്രധാന കവാടം. ഈ കാണുന്നതാണ് സ്മാർട്ട് സിറ്റിയുടെ എൻട്രൻസ്. കൊച്ചിൻ മെട്രോയുടെ പുതിയ ലൈൻ ഇവിടം വരെ വരുന്നുണ്ട്. അതിൻ്റെ പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്കിനകത്തേക്കുള്ള വഴികളിൽ ട്രാഫിക് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഒക്കെ ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 1 കെട്ടിടങ്ങളാണ്. നമുക്ക് വീണ്ടും മുമ്പോട്ട് നടക്കാം. ഈ തോട് നിറഞ്ഞ് കവിഞ്ഞ് ഈ അടുത്ത നാളിലൊന്ന് ക്ലീൻ ചെയ്തിരുന്നതായിരുന്നു. പോള നിറഞ്ഞിരുന്ന ഒരു തോടായിരുന്നു. അത് ക്ലീൻ ചെയ്തിരുന്നു അടുത്ത നാളിൽ. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുണ്ടാവും തോന്നുന്നു. ഇതിൻ്റെ വലത്ത് സൈഡിൽ കാണുന്നതാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസ്. ഈ കാണുന്നത് ഇൻഫോ പാർക്ക് ഫേസ് 2 കെട്ടിടങ്ങളാണ്. ഇതാണ് ബ്രഹ്മപുരം പാലം. ബ്രഹ്മപുരം പാലം ക്രോസ് ചെയ്യുന്ന നദിയുടെ പേര് കടമ്പ്രയാർ എന്നാണ്. കടമ്പ്രയാർ ക്രോസ് ചെയ്താണ് ബ്രഹ്മപുരം പാലം ഇരിക്കുന്നത്. ഒരു 3-4 മാസം മുമ്പ് ഈ പോളയൊക്കെ വാരിയതായിരുന്നു. പക്ഷേ വീണ്ടും നോക്കൂ, പോളയെല്ലാം നിറഞ്ഞ് വെള്ളം കാണാൻ പാടില്ലാത്ത അവസ്ഥയിൽ ആയിട്ടുണ്ട്. ആ ദൂരെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇൻഫോ പാർക്ക് ഫേസ് 2 കെട്ടിടങ്ങളാണ്. ഈ പാലത്തിലൂടെ നമുക്ക് കുറച്ചു നേരം നടക്കാം. ഈ കാറ്റുകൊണ്ടും മഴ കൊണ്ടും നടക്കാൻ ഒരു രസമുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇൻഫോ പാർക്ക് ഫേസ് 2 കെട്ടിടങ്ങളാണ്. ആ ദൂരെ കാണുന്നതൊക്കെ. ഈ വഴി നേരെ നമുക്ക് പുത്തൻകുരിശിലേക്കും കോലഞ്ചേരിയിലേക്കും എത്തിച്ചേരാവുന്ന റോഡാണിത്. ബ്രഹ്മപുരം KSEBയുടെ ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റ്, ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിയുടെ ഒരു ഭാഗം, ഇതെല്ലാം ഈ റോഡിലാണുള്ളത്. അത് ആ പോയിന്റർ വെച്ചിരിക്കുന്നത് കണ്ടോ, അത് ഇൻഫോ പാർക്ക് ഫേസ് 2 എന്ന് പറയുന്നതാണ്. ഈ വഴിയിലൂടെ നമുക്ക് നടക്കണമെന്നും പോയി നിങ്ങളെ കാഴ്ചകൾ കാണിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ ശക്തമായ മഴയും അത് തന്നെയല്ല, ഈ വഴിയിലെല്ലാം പുതിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞു പോരാം. തിരിച്ച് വീണ്ടും നമുക്ക് ബ്രഹ്മപുരം പാലത്തിലേക്ക് പോരാം. ഇതെല്ലാം കോഫി കുടിക്കാൻ നാളെ ചായക്കടകളൊക്കെയാണ് കേട്ടോ, തട്ടുകടകളൊക്കെയാണ്. ഇവിടെ ചില സമയത്തെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോകും, അന്തിച്ചു പോകും. അതുപോലത്തെ തിരക്കുകളാണ്. ഈ പാലത്തിലൂടെ വീണ്ടും നമുക്ക് കുറച്ച് നടക്കാം. പുറകോട്ടാണ് നമ്മൾ നടക്കുന്നത്, തിരിച്ചു വരികയാണ്. ദൂരെ കാണുന്നതാണ് ഇൻഫോ പാർക്കിൻ്റെ സിഗ്നേച്ചർ ബിൽഡിംഗ് ആയിട്ടുള്ള സൈബ്രസ്. നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കടന്നു. ഇതിനകത്ത് തന്നെ ഇവിടെ കുറേ സ്ഥാപനങ്ങളുണ്ട്. നീറ്റ ജലാറ്റിൻ ഇതിനകത്താണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ചകിരി കൊണ്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കൊക്കോ പീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇതിനകത്തുണ്ട്. ഇതാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്. പല പല സ്ഥാപനങ്ങൾ ഈ വഴിയിൽ ഉണ്ട്.
ഇത് 4 പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ഇനി നമുക്ക് നേരെ ഇൻഫോ പാർക്കിൻ്റെ തെക്കേ അറ്റത്തേക്ക് പോവാം. തെക്കേ അറ്റത്ത് എത്തുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ചിത്രപ്പുഴ പാലത്തിലാണ്. ഈ കാണുന്നതാണ് കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഈ ചിത്രപ്പുഴ പാലത്തിൽ നിന്നും, അതായത് നമുക്ക് കാക്കനാട്ടിലേക്ക് ഇൻഫോ പാർക്കിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. ഇരുമ്പനം വഴിയും തൃപ്പൂണിത്തുറ വഴിയും വൈറ്റില വഴിയും വരുന്നവർക്ക് ഈ വഴിയിലൂടെയാണ് വരുന്നത്. വൈറ്റിലയിൽ നിന്ന് നമുക്ക് വാട്ടർ മെട്രോയിൽ ഇൻഫോ പാർക്കിലേക്ക് എത്തിച്ചേരാം. ഇരുമ്പനത്തു നിന്ന് ബസ്സിൽ ഈ പാലത്തിലൂടെ, ഈ ചിത്രപ്പുഴ പാലത്തിലൂടെ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് എത്തിച്ചേരാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ ആ പിങ്ക് നിറത്തിൽ കാണുന്നതാണ് രാജഗിരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ചിറ്റേത്തുകര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, ചിറ്റേത്തുകര. ഈ ബസ് സ്റ്റോപ്പിന്, ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിന് രാജഗിരി സ്റ്റോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ തെക്കേയറ്റത്തുള്ള ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയുടെ തുടക്കത്തിലെത്തി. ഇവിടുന്ന് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ തുടങ്ങുകയാണ്. ഈ വഴിയിലാണ് രാജഗിരി കോളേജിലേക്കുള്ള വഴിയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കെട്ടിട സമുച്ചയമാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കെട്ടിട സമുച്ചയങ്ങളാണ്. മെട്രോയുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് ഈ റോഡിൽ വാഹന തടസ്സങ്ങളുണ്ട്. ഈ പോകുന്നത് വാട്ടർ മെട്രോയും കാക്കനാട് ഇൻഫോ പാർക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ഇപ്പോഴും ഈ മഴയത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പില്ലറടിക്കുന്നു, പൈലടിക്കുന്ന മെഷീനൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പുതിയതായിട്ട് വന്ന കെട്ടിടങ്ങളാണ്. അങ്ങനെ നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ സൗത്ത് ഗേറ്റിന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഗേറ്റിൽ കഴിഞ്ഞാൽ പിന്നീട് അകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് ഒരു ID കാർഡ് ഇല്ലാതെ പറ്റില്ല. ഒരു എംപ്ലോയി ID കാർഡ് ഇല്ലാതെ അതിനകത്തേക്ക് പറ്റില്ല, അല്ലെങ്കിൽ ID കാർഡുള്ള ഒരാളെങ്കിലും കൂടെ ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ നമസ്കാരമുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.